കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. എന്തെന്നാൽ ദിവസം മുഴുവൻ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിച്ചു. കർത്താവെ, അങ്ങ് മാധുര്യവാനും ശാന്തശീലനുമാണ്. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായ കൃപ കാണിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ പരിശുദ്ധമായ ഈ ദിവസം അത് പരിശുദ്ധമായി ആചരിക്കുന്നതിന് വേണ്ടിയാണ്. അതിന് തുടക്കമെന്നോണം ഈശോയുടെ ബലിയർപ്പിക്കാൻ നമ്മൾ ഈ ആൾക്കാരുടെ ചുറ്റും ഒന്നു ചേരുന്നത്. ലോകമെമ്പാടും ഇരുന്ന് നമ്മൾ ദിവ്യയാഗത്തിൽ ഭാഗഭാക്കുകളാകുന്നു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. നമുക്ക് കർത്താവിൻ്റെ വാത്സല്യകരങ്ങളിലേക്ക് നമ്മുടെ നാടിനെയും ലോകം മുഴുവനെയും ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. കർത്താവ് എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമ്മളെ പരിപാലിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ പരിശുദ്ധ ബലിയിലേക്ക് മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് നമുക്ക് സ്നേഹത്തോടെ പ്രവേശിക്കാം. ഈ ദിവ്യാഗം യഥാർത്ഥത്തിൽ സമർപ്പിക്കാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തലിക്കാം. സർവശക്തനായ ദൈവത്തോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാലും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ പാപങ്ങൾ പുറത്ത് നമ്മളെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ.
നന്മയായ സകലതും അങ്ങയുടേതാണല്ലോ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ നാമത്തോടുള്ള സ്നേഹം നിറയ്ക്കണമേ. ആധ്യാത്മിക വളർച്ചയാൽ നല്ലവയെല്ലാം ഞങ്ങളിൽ പരിപോഷിപ്പിക്കാനും പരിപോഷിപ്പിച്ചവ ജാഗ്രതയോടുള്ള പഠനത്താൽ കാത്തുപാലിക്കാനും അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടി പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ജെറമിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്: കർത്താവേ, അങ്ങെന്നെ വഞ്ചിച്ചിരിക്കുന്നു. ഞാൻ വഞ്ചിതനായി. അങ്ങെന്നേക്കാൾ ശക്തനാണ്. അങ്ങ് വിജയിച്ചിരിക്കുന്നു. ദിവസം മുഴുവൻ ഞാൻ പരിഹാസപാത്രമായി. എല്ലാവരും എന്നെ അപഹസിക്കുന്നു. വായി തുറക്കുമ്പോഴൊക്കെ അക്രമം, നാശം എന്നാണ് ഞാൻ വിളിച്ചു പറയുന്നത്. കർത്താവിൻ്റെ വചനം എനിക്ക് ഇടവിടാതെ നിന്ദനത്തിനും പരിഹാസത്തിനും ഹേതുവായിരിക്കുന്നു. അവിടുത്തെ പറ്റി ഞാൻ ചിന്തിക്കുകയില്ല. അവിടുത്തെ നാമത്തിൽ മേലിൽ സംസാരിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഹൃദയത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എൻ്റെ അസ്ഥികൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. അതിനെ അടക്കാൻ ശ്രമിച്ചു. ഞാൻ തളർന്നു. എനിക്ക് സാധിക്കുന്നില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു.
ദൈവമേ, അവിടുന്നാണ് എൻ്റെ ദൈവം. ഞാൻ അങ്ങയെ തേടുന്നു. എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. ഉണങ്ങി വരണ്ട ഭൂമി എന്ന പോലെ എൻ്റെ ശരീരം അങ്ങയെ കാണാതെ തളരുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഞാൻ കൈകൾ ഉയർത്തി അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും. കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം ആലപിക്കും. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത്ത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. ദൈവമേ, എൻ്റെ ആത്മാവ് അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നതെന്നറിയാൻ നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടി. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. ദൈവം കനിയട്ടെ കർത്താവേ. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു: സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബന്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു: ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകും. കർത്താവിന്റെ സുവിശേഷം. വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളരെ കാതലായ ഒരു ചിന്തയാണ് കർത്താവ് നമ്മളോട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ വളരെ വലിയ വെളിച്ചമാണ് നമുക്ക് കിട്ടുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളുടെ ആഴം നമ്മളെ ബോധ്യപ്പെടുത്തട്ടെ.
നമുക്കറിയാം നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ സ്പർശിച്ച വചനമാണ് ഇതിലൊരു വചനം. നമ്മൾ കേൾക്കുകയാണ്, ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം. ഈ വചനം ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പിന്നീട് സഭയിലെ മഹാവിശുദ്ധനുമായി തീർന്ന ആ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള നിരന്തരം ഫ്രാൻസിസിനോട് ചോദിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ലോകം മുഴുവൻ നീ നേടിയാലും, അപ്പോൾ അദ്ദേഹം വളരെ കുലജാതനാണ്. ഔദ്യോഗിക പദവി അലങ്കരിച്ചത് 23-ാം വയസ്സിൽ തന്നെ അദ്ദേഹം പാരീസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു അധ്യാപകനാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കരുത്ത് വെളിപ്പെടുകയാണ്. നമ്മൾ വീണ്ടും വീണ്ടും അത് വായിക്കുന്നതിൻ്റെ ആവശ്യകത നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ പുണ്യാളൻ. ഒരു പ്രാവശ്യം വായിക്കുമ്പോഴല്ല, ഈശോ തന്നെ പറയുന്നുണ്ടല്ലോ, വചനം കേൾക്കുമ്പോൾ തന്നെ പിശാച് വന്ന് അത് എടുത്തുകൊണ്ട് പോകുമെന്നാണ് പറയും. വിത്തുകളുടെ ഉപമയെക്കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറയുന്നതാണ്, സാത്താൻ അപ്പോൾ തന്നെ വന്ന ദൈവവചനമാകുന്ന വിത്തെടുത്ത്, അതല്ലേ നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ നിലനിൽക്കാത്തത്. എത്രയോ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ വചനം കേൾക്കുകയാണ് നമുക്ക് നമ്മളോട് ചോദിക്കാം, എത്ര വചനം നമ്മൾ സ്വായത്തമാക്കി, എത്രയോ കാര്യങ്ങൾ നമുക്കറിയാം, എത്രയോ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്, എത്ര ദൈവവചനം നമ്മളിൽ നമുക്ക് ഓർമ്മയുണ്ട്. കാരണം ഈ വചനം ഓർത്താൽ അത് നമ്മളിൽ വേര് പിടിക്കും. വേര് പിടിച്ചാൽ നമ്മുടെ ജീവിതം മാറും. അതുകൊണ്ട് തന്നെ വചനം ഈശോ തന്നെ പറഞ്ഞതാണ്, സാത്താൻ വന്നത് എടുത്തുകൊണ്ട് കേട്ട് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ കേട്ടവനെ ഓർക്കത്തില്ല പിന്നെ. അപ്പോൾ അതിന് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? വീണ്ടും വീണ്ടും ആവർത്തിച്ച്, അതാണ് കർത്താവ് നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു വചനം അനേകം പ്രാവശ്യം ഇഗ്നേഷ്യസ് ലയോള ഈ നമ്മുടെ പുണ്യവാളനോട് പറഞ്ഞു. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? ചരിത്രത്തിന് മറക്കാനാവാത്ത ഒരു വിശുദ്ധ ജന്മമായി ഒരു ജീവിതം പകുക്കപ്പെട്ടു. ഇതാണ് വചനത്തിൻ്റെ കരുത്ത്. ആ മനുഷ്യൻ അവിടുത്തെ ഒരു പ്രൊഫസറായി ഒതുങ്ങിപ്പോകാമായിരുന്ന മനുഷ്യൻ ലോകത്തിലെല്ലായിടത്തും അറിയപ്പെടുന്ന, ഇപ്പോഴും ശരീരം അഴുകാതെ ഇരിക്കുന്ന ഒരു മഹാവിശുദ്ധനായിട്ട് മാറിയത് ഈ ഒരു വചനത്തിൻ്റെ കരുത്താണ്. ഈശോ കാതലായ ചില സത്യങ്ങൾ ഇന്ന് പഠിപ്പിക്കുകയാണ്. നമുക്കതിനെ ഗൗരവമായിട്ട് എടുക്കാം. ഒന്ന്, നമ്മൾ വചനം വീണ്ടും വീണ്ടും വായിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ആദ്യമായിട്ട്. അതാണ് നമ്മളെ മാറ്റുന്നത്. നമ്മളെ ഒരു ലെക്ചററിൽ നിന്ന്, ഒരു അധ്യാപകനിൽ നിന്ന് ഒരു വിശുദ്ധനാക്കി മാറ്റുന്ന ദൂരമാണ് ഒരു വചനത്തിൻ്റെ കരുത്ത്. അപ്പോൾ നമുക്ക് ഇത് ഗൗരവമായിട്ട് വീണ്ടും വീണ്ടും വചനം വായിക്കണം എന്നുള്ളതിന്, അപ്പോഴാണ് നമ്മളിൽ വേര് പിടിക്കുന്നത്. എപ്പോഴോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതോടെ നമ്മുടെ ജീവിതം ഒരിക്കലും നമ്മളായിരുന്നത് പോലെ ആകാത്ത രീതിയിലായി പരുവപ്പെടുമെന്ന് അനേകം വിശുദ്ധ ജന്മങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം. പിന്നെ ഈശോ പറയുകയാണ്, എന്നെ അനുഗമിക്കണമെങ്കിൽ നീ കുരിശും വഹിച്ചുകൊണ്ട് വരണം. നമ്മുടെ കുരിശൊന്നും അന്വേഷിച്ച് പോകണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ഭവനത്തിലുണ്ട്, നമ്മുടെ കൂട്ടായ്മകളിലുണ്ട്, ആവശ്യത്തിലധികം നമ്മളുടെ നേരെ നമ്മൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനോട് നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം എങ്ങനെയാണ് നമ്മൾ ഈ കുരിശ് വഹിക്കുന്നത്? കുരിശ് എന്തായാലും ജീവിതത്തിലുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. എപ്പോഴും ഓർക്കണം, ഈ കുരിശ് നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് അയക്കുമ്പോൾ അതിൽ ക്രൂശിതൻ കൂടെയുണ്ട്. കുരിശ് ഒറ്റയ്ക്കല്ല വരുന്നത്, കുരിശിൽ ഈശോ ഉണ്ടെന്ന് മറക്കരുത്. വെറുതെ ഒരു പീസ് ഓഫ് ഫുഡല്ല, ഒരു തടി കഷ്ണമല്ല ഇങ്ങനെ കുരിശാകൃതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഒരു സങ്കടം വരുമ്പോൾ ആ സങ്കടത്തിൽ കർത്താവ് ഒളിഞ്ഞിരിക്കുന്നു. നമ്മുടെ മഹത്വീകരിക്കുന്ന ദൈവസാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിയാം. അതുകൊണ്ടല്ലേ ഈ വെളിച്ചം കിട്ടിയവരൊക്കെ കർത്താവെ എനിക്ക് കൂടുതൽ വേദന എന്നൊക്കെ പ്രാർത്ഥിച്ചത്. എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? അത് ആ വെളിച്ചം കിട്ടുമ്പോഴാണ്. കാരണം അതിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന തിരിച്ചറിവാണ് കുരിശുകൾ ചോദിച്ചു വാങ്ങാൻ വിശുദ്ധ ജന്മങ്ങൾക്ക് പ്രേരണ നൽകിയത്. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ കൂടെയുള്ളവർ, നമ്മുടെ ജീവിത പങ്കാളികൾ, മക്കൾ, മാതാപിതാക്കൾ ഒക്കെ കുരിശായി നമുക്ക് അനുഭവപ്പെടാം. നമ്മൾ അസഹ്യപ്പെടുത്തുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന, അലോസരപ്പെടുത്തുന്ന സാന്നിധ്യം, അത് നിരന്തരം. കർത്താവ് ഇത് എപ്പോഴാണ് ഇതൊന്ന് ഒഴിഞ്ഞു പോകുന്നത്? ചിലപ്പോൾ ചില രോഗാവസ്ഥകൾ നിരന്തരം ഇങ്ങനെ പോകുന്നില്ല. നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് വിട്ടുപോകുന്നില്ല. എൻ്റെ പ്രിയമുള്ളവരെ, വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ക്രൂശിതനുണ്ട് എന്നറിയുക, കർത്താവുണ്ട്. ആ കുരിശിൻ്റെ മറവിൽ ദൈവം ഇരിപ്പുണ്ടായത്. നമുക്ക് സ്നേഹത്തോടെ കർത്താവിൻ്റെ വചനത്തെ സ്വീകരിക്കാം.
കർത്താവ് പറഞ്ഞു, അത് വഹിച്ചുകൊണ്ട് തന്നെ വേണം നീ വരാൻ. പിന്നെ എന്നെയും വഹിച്ചുകൊണ്ട് പോകണം. കുരിശ് കർത്താവാണ്, ആ എന്നെയും വഹിച്ചുകൊണ്ട്. അപ്പം നമ്മുടെ സങ്കടങ്ങൾ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറുപുറമാണെന്ന് ഉള്ള തിരിച്ചറിവ് നമുക്ക് ഈ ബലിയിൽ കർത്താവിൻ്റെ ആത്മാവ് തരട്ടെ. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുന്നതിനല്ല, കർത്താവിനോട് ചേർന്ന് നടക്കുന്നത്. ഈ കാലഘട്ടം നമ്മളോട് എന്താ പറഞ്ഞിരുന്നത്? ഈ സങ്കടങ്ങളുടെ കാലഘട്ടം, ഈ ലോക്ക്ഡൗണും കണ്ടെയ്ൻമെൻറ്റും റെഡ് സോണും ഒക്കെ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം കർത്താവിനോടൊത്ത് സമയം ചെലവഴിക്കണമെന്നാണ്, ദൈവത്തെ തിരിച്ചറിയണമെന്നാണ്. ആത്യന്തികമായിട്ട് നമ്മൾ എത്തപ്പെടേണ്ട ആ വലിയ സത്യം ഈശോയാണ്. ആ വലിയ തിരിച്ചറിവ് നമുക്ക് ഈ കാലഘട്ടം തരട്ടെ. നമ്മുടെ കുരിശും വഹിച്ചുകൊണ്ട് കർത്താവിനെ കണ്ട് കർത്താവിനെ തൊട്ടറിഞ്ഞ് പോകുന്ന അനുഭവിക്കുന്ന ഒരു കാലഘട്ടം, ജീവിതത്തെ വേറൊരു കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടമായി പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റിമറിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണം ഉച്ചത്തിൽ ഏറ്റുചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിനും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവർക്ക് സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മനുഷ്യരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിനോടൊപ്പം പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഈ ആൾക്കാരിലേക്ക് കൊണ്ടുവരാം. ഒരുപാട് പേർക്ക് നമ്മൾ ഒത്തിരി മക്കൾക്ക് ആഗ്രഹിച്ചിട്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാനാവാത്ത ഒരു ജീവിത പശ്ചാത്തലത്തിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും കർത്താവിൻ്റെ ആൾക്കാരിലേക്ക് നമ്മുടെ ഹൃദയത്തിൽ പേറിക്കൊണ്ടുവരാം. നമുക്ക് ഓർക്കാം, തളർവാദ രോഗി ഒറ്റയ്ക്ക് ഈശോയുടെ അടുക്കിലേക്ക് വരാൻ പറ്റില്ലായിരുന്നു. ആരൊക്കെയോ അവനെ ചുമന്നു കൊണ്ടുവന്നു. അവിടെ അത്ഭുതം നടന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ലോകം മുഴുവന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നമുക്ക് എന്തൊക്കെയാണോ നമുക്ക് കർത്താവിന് പറയാനുള്ളത് അതെല്ലാം നമ്മളിപ്പോൾ ഹൃദയത്തിൽ പേറി ആൾക്കാരിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ ഒരു അത്ഭുതം നടക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയാഭിലാഷങ്ങളെല്ലാം മൗനമായി ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ ഉയർത്താം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തുമെന്ന് ഞങ്ങളോട് പറഞ്ഞ നല്ല ദൈവമേ, ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ ചോദിച്ചത്, ആഗ്രഹത്തോടെ വന്നു മുട്ടിയത്, സ്നേഹത്തോടെ അന്വേഷിച്ചത് ഞങ്ങൾക്കായി നൽകപ്പെടുന്നതേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. Amen.
ചെയ്യട്ടെ. അങ്ങനെ ദിവ്യരഹസ്യത്താൽ അനുഷ്ഠിക്കുന്നത് ശക്തിയാൽ നിറവേറുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ചു, സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി. പിതാവായ അങ്ങേ പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗ കവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടു കൂടെ അങ്ങേക്ക് സ്തുതിഗീതം ആലപിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരമത്താഴം പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു,
സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങയെ കർത്തിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിനൊന്നായി ചേർക്കണമേ എന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയും ഞങ്ങളുടെ രൂപനധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടു കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതനായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗ്ഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലേക്കോ നിന്നുള്ളം പാരിലുമായിടേണം. നിന്നുള്ളം പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ.
സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. താങ്കളുടെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവർ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവായ യേശുക്രിസ്തുവേ, അങ്ങ് സത്യമായ രീതിയിൽ ഉദാശയിൽ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുന്നു. അങ്ങേ ഭൗമികമായി സ്വീകരിക്കാനാവാതെ ഈ ദിവ്യാഗത്തിൽ പങ്കുകൊള്ളുന്ന മുഴുവൻ പേരിലേക്കും ഇപ്പോൾ തന്നെ ആത്മീയമായി അവിടെ എഴുന്നള്ളണമേ. ക്രിസ്തു
കർത്താവേ, അങ്ങേ അനുഗ്രഹങ്ങൾ എത്ര മഹത്തരമാണ്! അങ്ങയെ ഭയപ്പെടുന്നവർക്കായി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ പരിപോഷിതരായ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരരിൽ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദിപ്പിക്കപ്പെടുമ്പോഴെല്ലാം സ്നേഹത്തിൻ്റെ ഈ ഭോജനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരീകരിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളുടെ കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു.